بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أما بعد بسم الله الرحمن الرحيم. ادخلوا في السلم كافة. صدق الله العلي العظيم. من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله صلى الله عليه وسلم. ഈ പുണ്യമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ നല്ലവരാകുന്ന ഉലമാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇന്നത്തെ ഈ ഒരുമിച്ചുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം മജ്‌ലിസുൻ നൂറാണ്. ഒരു കൊല്ലം പൂർത്തിയായി നടത്തിയ അതിൻ്റെ വാർഷിക പരിപാടിയാണ്. ആ മജ്‌ലിസുൻ നൂറാണ് ഇന്നിവിടുത്തെ ബിദ്അത്ത് മുറാദ്. ഇന്നൊരു നീളമായ പ്രസംഗത്തിന് പറ്റുകയില്ല. അതുകൊണ്ട് ഒരു കുറച്ചു സമയം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് ഒരു ഹാലിയായ ഇൽമ് എന്നുള്ള നിലക്ക് വെള്ളിയാഴ്ച ചെയ്യേണ്ട ചില അമലുകളെ സംബന്ധിച്ചാണ് ആദ്യം അല്പം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം അൽക്കഹ്ഫ് ഓതുക എന്ന സംഗതി അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇന്നീ മജ്‌ലിസിൽ വന്ന എല്ലാ വ്യക്തികളും, പുരുഷന്മാരും സ്ത്രീകളും, ഇനി അങ്ങോട്ടുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രിയായാലും ശരി പകലായാലും ശരി, വ്യാഴാഴ്ച അസ്തമിച്ചാൽ വെള്ളിയാഴ്ച തുടങ്ങി, നാളെ അസ്തമിക്കുമ്പോൾ ശനിയാഴ്ചയാകും. അപ്പോൾ ഈ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം അൽക്കഹ്ഫ് ഓതാൻ വേണ്ടി ഇപ്പറയുന്ന ഞാനും നിങ്ങളും ഒരാഗ്രഹം കാണിക്കണേ. കുറച്ച് മുമ്പ് ഞാനൊരു സ്ഥലത്ത് നിന്ന് വയത് പറഞ്ഞു, വെള്ളിയാഴ്ച രാവ് അൽക്കഹ്ഫ് ഓതണം, സ്ത്രീകളും ഓതണം, പുരുഷന്മാരും ഓതണം. സ്ത്രീകളൊക്കെ അൽക്കഹ്ഫ് നാളെ വയതിന് വരുമ്പോൾ ഒരു കുറച്ച് സ്ത്രീകൾ ഞാൻ ഇന്ന് അൽക്കഹ്ഫ് ഓതി ഉസ്താദെ എന്ന് ഓതിയവർ ഒരെഴുത്തുമായി വരണം. എത്ര എഴുത്ത് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് അവരൊക്കെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പക്ഷെ പൊതുജനങ്ങളുടെ വിശ്വാസത്തിൽ അതൊക്കെ ഒരാണുങ്ങളെ അമലാന്ന വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതലൊക്കെ. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നിങ്ങൾ ഓതണേ, അൽക്കഹ്ഫ് ഓതണേ, ആണും പെണ്ണുമൊക്കെ ഓതണേ. മറ്റുള്ള നമസ്കാരത്തിലില്ലാത്ത ഒരുപാട് അഹ്കാമുകൾ വെള്ളിയാഴ്ചൻ്റെ ജുമാ നമസ്കാരത്തിനുണ്ട്. ആണും പെണ്ണും ഇത് മനസ്സിലാക്കണം. ഇമാമും ജമാഅത്ത് നിർബന്ധമുള്ള നിസ്കാരം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ. ഇമാമും ജമാഅത്ത് നിർബന്ധമുള്ള നിസ്കാരം ദുനിയാവിലൊന്നേ ഉള്ളൂ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. ബാക്കി ഏത് നമസ്കാരങ്ങളും ഒറ്റക്ക് നിസ്കരിക്കാം. തറാവിയാകട്ടെ, വിത്റാകട്ടെ, പെരുന്നാൾ നിസ്കാരമാവട്ടെ, ചെറിയ പെരുന്നാളാവട്ടെ, വലിയ പെരുന്നാൾ, അതൊക്കെ ഒറ്റക്ക് നിസ്കരിക്കാം. അതൊരു ഇമാമ് നിർബന്ധമൊന്നുമില്ല. ഇമാമുണ്ടേ നന്നായി എന്ന് മാത്രം. ഇമാമും ജമാഅത്ത് നിർബന്ധമുള്ള നിസ്കാരം ദുനിയാവിലൊന്നേ ഉള്ളൂ, അത് ജുമാ നിസ്കാരമാണ്. ഒരു ദിവസം കാതിയാർക്ക് സുഖമില്ലാന്ന് വെക്കുക, എന്നാൽ എന്തോരം ദൂരം നിസ്കരിച്ച് പോകണോ, ജുമാ നിസ്കരിച്ചുകൂടാ. ചിലർ പറയും കാതിയാർ പോകുന്നതിൻ്റെ പോട്ടെ, കുത്തനെ നടക്കട്ടെ, കിതാബ് നോക്കിയിട്ട് പോകുന്നതല്ല ഖുത്ബ, ഞാൻ ഓതിക്കോളും, ഒരു കുത്തനെ നടക്കട്ടെ. ഇത് കേട്ട് കാതിയാർക്ക് ദേഷ്യം പിടിച്ചിട്ട് കാതിയാർക്ക് പോയി. മാസർ വിളിച്ച് നോക്കുമ്പോൾ ഇമാമത്ത് നിൽക്കണം, അതിൻ്റെ മുമ്പ് ഖുത്ബ ഓതണം. സെക്രട്ടറി എണീച്ച് സലാമു അലൈക്കും ഒട്ടാകെ പറിച്ചിട്ട് കുലുങ്ങുക. ഓൻ്റെ മുമ്പ് ഇമ്മറുകാരിയും ഖുത്ബ നിർബന്ധ. ജുമാൻ്റെ മുൻപ് ഖുത്ബ നിർബന്ധ. അപ്പം അതിനർഹതപ്പെട്ട ആളുകൾ എപ്പോഴും നാട്ടിലുണ്ടാകണം. അത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ ഇമാമും ജമാഅത്ത് നിർബന്ധമുള്ള നിസ്കാരം ദുന്യാവിലൊന്നേ ഉള്ളൂ. ജുമാക്ക് കൈകെട്ടി പെട്ടെന്ന് കാലിയാർ ഇമാമ് ബോധം കെട്ട് വീണുപോയി. ഒരിടത്തങ്ങ് ആസ്പത്രി കൊണ്ടുപോയി. ജുമാ നിസ്കരിക്കണ്ടേ, ഇമാം നിൽക്കാൻ ആരുമില്ല. എന്നാൽ എല്ലാവരും ദൂരം നിസ്കരിച്ച് പോണേ, എല്ലാവരും ദൂരം നിസ്കരിച്ച് പുരയിൽ പോയിക്കോളും. ചിലപ്പോൾ ജുമാ ഉണ്ടാവില്ല.
ജുമ നടക്കണമെങ്കിൽ ഒരു റക്കഅത്ത് ഇമാം ജമാഅത്തുമായി കെട്ടൽ നിർബന്ധമാണ്. രണ്ടാമത്തെ റക്കഅത്ത് ഇമാമിനെ വിട്ട് പിരിഞ്ഞ് നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കാം. ഇത് മറന്നോണ്ടേ സലാം പിടിയിൽ പുറകെ പോയി ചോറ് വയ്ക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി ഇമാമിനെ വിട്ട് പെട്ടെന്ന് ഇമാം അവബോധാവസ്ഥയിൽ വീണുപോയി രണ്ടാം റക്കഅത്തിന് അന്നേരം എന്നാൽ ബേജാറൊന്നാണ്ടേ. ഒരു റക്കഅത്ത് നമ്മൾ ഇമാം ജമാഅത്ത് നിസ്കരിച്ചല്ലോ. ഇനി രണ്ടാമത്തെ റക്കഅത്ത് ഒറ്റക്ക് നിസ്കരിച്ച് സലാം പിടിച്ച് നമുക്ക് വേണ്ട ഭാഗത്ത് പോവാം. ഒരു റക്കഅത്ത് ഇമാം ജമാഅത്തുമായി നിസ്കരിക്കൽ ജുമ നമസ്കാരത്തിൽ നിർബന്ധമാണ്. അത് മറന്നു പോകണ്ട. ഇതൊക്കെ പഠിച്ചാൽ എന്ത് ഗുണ. ഒരു ബയറൊക്കെ നാം മരുന്നായി കുടിച്ചൊരു ചങ്ങായി പത്രത്തിൽ കണ്ടതാ. സാധാരണ പോകുന്നവൻ പോയില്ല, രാവിലെ ഒന്ന് നോക്കൂ അതും പോയില്ല. ആ തലമുറി എൻ്റെ എന്നെ പറ്റിച്ചല്ലോ പഠിച്ചവൻ, എൻ്റെ പൈസ പോയല്ലോ എനിക്കെന്നെ പറഞ്ഞോട്ട്. അങ്ങനെ വെള്ളിയാഴ്ച ഉച്ചയായിരുന്നു കുളിച്ച് കൊണ്ടുപോയാലും മാറ്റി കക്കൂസ് പോയിക്കില്ല, അന്ന് എത്ര ബുക്കിയിട്ട് പോയിക്കില്ല. അങ്ങനെ പള്ളിക്ക് പോയി. അങ്ങനെ ഒന്നാം റകഅത്ത് സുജൂദിന് എണീക്കുമ്പോൾ ഒരു മറക്കിരിക്കുക മുട്ടൽ. അല്ലാഹ് കോയന്നെല്ലാം പഠിച്ചവനെ നിന്ന് ഫാത്തിഹയ്ക്ക് നോക്കി ഇപ്പം തൂറിപ്പോവും. എന്താ അല്ലാഹ് ചെയ്യുക? എന്നാൽ ഒരു മസാല പറഞ്ഞിട്ടെ, ഞാൻ ഇമാമിനെ വിട്ട് എന്ന് കരുതി രണ്ടാം റകഅത്ത് വേഗം ഒറ്റക്ക് കരിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ട് വേഗം കക്കൂസ് പോയി തൂറി ചന്തി കയറ്റി പുരേ പോയി ചോറും വഹിച്ചാൽ കിടന്ന ഒരു കുഴപ്പമില്ല. അന്നേരം 5 മണി ഇങ്ങനെ ഒരു ഈവനിങ് വാക്കായിട്ട് നടക്കുമ്പോൾ കാലിയാർ അസ്സലാമു അലൈക്കും കാലിയാർ നിങ്ങൾ നിൽക്കാനെത്തോലും കഴിഞ്ഞിരുന്നു. അതിൻ്റെ എന്നോടോ ഞാൻ ഒരു വയറൊക്കെ മരുന്ന് കുടിച്ചിരിക്കാൻ ഇന്നലെ വയറ്റും തീരെ പോയില്ല. അങ്ങനെ ഞാൻ പള്ളിക്ക് വന്ന് കുളിച്ച് വെടുപ്പാല പാറ്റിയിട്ട് ഒന്നാം റകഅത്ത് കയ്യാന്ന് നോക്കുമ്പോൾ എനിക്ക് മറക്കിരിക്കണം തോന്നി. രണ്ടാം റകഅത്ത് നോക്കുമ്പോൾ ഇപ്പം പോയി അല്ല ഈ കാലിയാറ് നിൽക്കാൻ എപ്പോൾ അല്ല കയ്യ യുസബ്ബിഹുലില്ലാഹി അല്ല ഓതുന്നത് ഇതാലാക്കല മുനാഫിഖൂന്. എന്താ അല്ല ചെയ്യുക? ബേജാറാണ്ട വമ്പ. ഒരു റകഅത്ത് ഇമാം ജമാഅത്തിന് കിട്ടിയില്ലേ, രണ്ടാം റകഅത്തിലല്ലേ എനിക്ക് ദൂരം നടക്കുന്നത്. എന്നാൽ ഞാൻ ഇമാമിനെ വിട്ട് എന്ന് കരുതി രണ്ടാം റകഅത്ത് ഒറ്റക്ക് നിസ്കരിച്ച് അത്തഹിയ്യാത്ത് ഓതി സലാം വിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കക്കൂസ് പോയി മനാരിച്ച് പുരേ പോയി ചോറ് വെച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോ. മറന്നുപോയില്ലാലോ. ജുമയ്ക്ക് ഇമാം ജമാഅത്ത് നിർബന്ധം. അതൊരു റകഅത്തിലാണ്. രണ്ടാമത്തെ റകഅത്ത് വേണമെങ്കിൽ ഇമാമിനെ വിട്ടുപിരിഞ്ഞ് ഒറ്റക്ക് നിസ്കരിച്ചിട്ട് പോകാം. ഇനി ഇമാമിനെ ഇമാം പെട്ടത് അബോധാവസ്ഥയിൽ വീണുപോയി രണ്ടാം റകഅത്തിൽ, മഅ്മൂമിങ്ങളായ നിങ്ങൾക്ക് രണ്ടാമത്തെ റകഅത്ത് ഒറ്റക്ക് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പോകാം. ജുമയുമായി ബന്ധപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച രാവ് വയല് പറയുന്ന ആൾ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതും. ഇന്നിപ്പോൾ അതിന് നേരമില്ല. ഇനി നമുക്ക് മജ്‌ലിസുൻ നുറാമ്മളെ ഇന്നത്തെ ബിദാത്ത മുറാദ് അത് റാഹത്തായിട്ട് നടക്കണമല്ലോ. സ്ത്രീകളൊക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട് ഒരു 2-3 സംഗതി. ഒന്ന് എന്ന് പറഞ്ഞു പറയാം, മാസം തികയാതെ ഒരു പെണ്ണ് പ്രസവിച്ചു പോയി, 5ാമത്തെ മാസമായതിനേ ഉള്ളൂ, പെട്ടെന്ന് പെറ്റുപോയി, കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ജീവൻ പോയത്, ഗർഭം താഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോൾ ആസ്പത്രിയിൽ നഴ്സുമാർ ഈ കുട്ടി നിങ്ങൾ കൊണ്ടുവന്നോ, ആകെ ഒരു അണ്ണക്കൊട്ടൻ്റെ കുട്ടീനെ അത്രയുള്ളൂ, അയത്ത് കൊണ്ടുപോകാനാക്കളെ ഒരു പൂച്ചക്കുട്ടീനെ അത്രയില്ല, അയങ്ങളെന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാൽ ഈ കുഞ്ഞിമോളെ പ്രസവിച്ച പെണ്ണിനുണ്ടാകുന്ന രക്തത്തൊക്കെ തുടച്ച തുണിയൊക്കെ കൊണ്ടുവന്നൊരു കുണ്ടില്ലേ, ആ കുണ്ടിൽ കൊണ്ടിടും. വല്ലാഹി പറ്റൂല കേട്ടോ. ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ രൂപം പടക്കപ്പെട്ടിട്ടുണ്ട്, ജീവനില്ല. അങ്ങനെ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് 3 സംഗതി ഫർദാണ്. മറന്നോരേ ആണുങ്ങളെ, മറന്നോരേ പെണ്ണുങ്ങളെ, ഏതാ 3 സംഗതി? മയ്യത്ത് കുളിപ്പിക്കൽ ഫർദാ, ആ കുഞ്ഞിനെ കഫൻ ചെയ്യൽ ഫർദാ. 2, ആ കുഞ്ഞിനെ ഇസ്ലാമികമായ നിയമപ്രകാരം കൊണ്ടുപോയിട്ട് ഖബറടക്കൽ ഉജൂബ. 3 സംഗതി ഉജൂബ. മയ്യത്തുകാരൻ വേണ്ട. മയ്യത്ത് നിസ്കാരം ഉജൂബാകണമെങ്കിൽ ഇനിസ്തഹല്ല ഔ ബക്ക, പ്രസവിച്ചതിന് ഒന്ന് പിടക്കുകയോ ഒന്ന് കരയുകയോ ഒരു ജീവൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചിട്ടാണ് തീർന്നെങ്കിൽ കരവും വേണം. പള്ളിയിൽ നിൻ്റെ ജീവൻ പോയതാണ്. എന്നാൽ ആ കുഞ്ഞിക്ക് ഈ 3 സംഗതി നിർബന്ധമാണ്. മറന്നു പോകണ്ട. ഇനിയൊരു മസാല, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി മൊയിലാർ എന്തല്ല പഠിച്ചോ നീ പറയുന്നത്, ആ ലക്കില്ലേ വിളി അല്ല എന്നൊക്കെ നിങ്ങൾ അഭിപ്രായപ്പെട്ടേക്ക്. അങ്ങനെ അഭിപ്രായപ്പെടല്ലേ.
എന്താപ്പം പറയുന്നത്? ഒരു പെണ്ണ് പ്രസവവേദന കിട്ടി, ആ പ്രസവ വാർഡിൽ കൊണ്ടുപോയി പെട്ടെന്ന് അറ്റാക്കായിട്ടവൾ മരിച്ചു. ഞാനില്ല പള്ളിന്ന് കുട്ടിങ്ങനാണ്. ഞാൻ നമ്മളെ കേൾക്കുന്നതല്ല, മരിച്ചുവല്ലോള് കുട്ടിങ്ങനെ അനങ്ങുക. നിങ്ങൾക്കൊരു മസാല കേൾക്കണോ? യജിബു ഷഖ്ഖു ജൗഫിഹാ ഇൻ റുജിയ ഹയാത്തുൽ ജനീൻ. ഈ മരിച്ച മയ്യത്തായി കിടക്കുന്ന ഉമ്മാൻ്റെ പള്ള നല്ലൊരു കത്തിയെടുത്ത് ഒന്ന് പൊളക്കണം, എന്നിട്ട് ആ കുഞ്ഞിനെ പുറത്തെടുക്കണം. ഇൻ റുജിയ ഹയാത്തുൽ ജനീൻ. ആ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന സുഖപ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കോളാം. കുട്ടി നമ്മളെ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കുക, കുട്ടിക്കൊന്നും പറ്റിയില്ല. ഇപ്പം പെട്ടെന്ന് ആ കുട്ടി റെഡിയാ എന്നാൽ എല്ലാവരും സമ്മതിക്കും. ആ ഉമ്മാൻ്റെ വയറ് കീറിയിട്ട് ആ കുഞ്ഞിനെ പുറത്തെടുക്കട്ടെ. നിങ്ങൾക്കൊരു പ്രയാസവും വേണ്ടേ, ഒരു ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. മറന്നു പോകണം. യജിബു ഷഖ്ഖു ജൗഫിഹാ ഇൻ റുജിയ ഹയാത്തുൽ ജനീൻ. ഇത് ഫതുഹുൽ മുഈൻ മുതൽ തുഹിഫ വരെ നോക്കിയാൽ എല്ലാ മുസ്ലിയാർക്കും സൂര്യപ്രകാശം പോലെ കാണാൻ പറ്റുന്ന ഒരു മസ്അലയാണ്. ഇത് മറന്നു പോകല്ലേ, ഇത് മറന്നു പോകല്ലേ, ഇത് മറന്നു പോകല്ലേ. മറ്റൊരു മസ്അല സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടും. ദമുൽ ഹാമിലി ഹൈറുൻ. ഒരു ഗർഭിണിയായ പെണ്ണിന് 8-ാം മാസം ഗർഭാ, ഓക്ക് രക്തം പോയി 4 ദിവസം രക്തം തന്നെ. അപ്പാട് വടകരയൊന്നും കൊണ്ടുപോയില്ല. അപ്പാട് നേരിട്ടങ്ങ് മിംസിലോ അങ്ങ് സഹകരണയിലോ അങ്ങ് കോഴിക്കോട്ടെ വലിയ ആശുപത്രിയിലും കൊണ്ടുപോയി ചികിത്സിച്ച് അങ്ങ് മാറിപ്പോയി. എന്നാൽ ഈ കണ്ട 4 ദിവസത്തെ രക്തം എന്താണ്? എന്ത് രക്തമാണ് ഇത്? ഹൈദ് രക്തമാണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ഇങ്ങക്ക് വിശ്വാസമാവുമോ? ഇതെന്തെന്നാ പഠിച്ചവനെ ഈ മൊയിലിയാറ് പറയുന്നത്? കെറുപ്പക്കാരത്തേക്ക് നിൽക്കാറില്ലാണ്ടാവുമോ? ഇതെന്തല്ല ഈ പറയുന്നത് എന്നല്ലേ മോളെ നീ ചിന്തിക്കുന്നത്? ഏത് ഫിഖിൻ്റെ കിതാബ് നോക്കിയാലും അത് കാണാം. ഹൈദ് രക്തം ആവണമെങ്കിൽ രക്തമുണ്ടായ സമയങ്ങളൊക്കെ കൂട്ടി നോക്കിയാൽ 24 മണിക്കൂർ ഉണ്ടാകണം. അങ്ങനെ 24 മണിക്കൂർ കറക്റ്റ് ഉണ്ടാകുന്ന നിലക്കൊരു ഗർഭിണിക്ക് രക്തം കണ്ടാൽ ആ രക്തത്തിൻ്റെ ഹൈദിൻ്റെ ഹുക്കുമാണ്. ആ സമയത്ത് അവൾ നമസ്കരിക്കരുത്, അവൾ ഖുർആൻ ഓതരുത്, ഭർത്താവുമായി മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് യാതൊരു സുഖവും എടുക്കരുത്. ചിലപ്പോൾ ഇതാദ്യം കേൾക്കുന്നതായിരിക്കും. എന്തുണ്ട് കുഞ്ഞാമി വിശേഷമോ? ഇന്നെനിക്കൊരു സന്തോഷമായി മളെ. എൻ്റെ മൂത്ത മോളിൽ അലീമ, ഓൾ പെറ്റൊക്കെ പൂച്ച വെറ്റ പോലെ. ഒരു പറ്റും പൈസ ഒന്നുമില്ല. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായി, എല്ലാം കൂടി ബേജാറി തന്നെ. ഒരു പ്രസവരക്തം ഉണ്ടാവില്ലേ? ഒരു രക്തത്തിൻ്റെ ഒരു കോല കൂടി നമുക്കില്ലാലോ. ബേജാറി തന്നെ. 15 ദിവസം കഴിഞ്ഞ് 16-ാമത്തെ ദിവസം രക്തം വന്നു. അൽഹംദുലില്ലാഹ് മാ വന്ന് ചാച്ച വന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്കൊരു മസാല കേൾക്കണം. മുമ്പിലുള്ള മോമിനീങ്ങളെ, പ്രസവിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് രക്തം കാണുന്നതെങ്കിൽ ആ രക്തം പ്രസവ രക്തമല്ല. ആ പെണ്ണിൻ്റെ ആ രക്തം പ്രസവ രക്തമല്ല. ഹൈദാവണമെങ്കിൽ 24 മണിക്കൂർ വേണം, അതല്ലെങ്കിൽ ഹൈദാവൂല. പ്രസവ രക്തത്തിന് മണിക്കൂറിൻ്റെ കണക്കില്ല. പ്രസവിച്ചിട്ട് 1 നിമിഷമുണ്ടായാലും അത് പ്രസവ രക്തമാണ്. 1 ദിവസവും വേണ്ട, 1 മണിക്കൂറും ഒന്നും വേണ്ട. 1 നിമിഷം രക്തം കണ്ടാൽ അത് പ്രസവ രക്തമാണ്. സാധാരണ സ്ത്രീകൾക്കൊരു 40 ദിവസമൊക്കെ കുറേശ്ശെ രക്തം പോകും. കവിഞ്ഞാൽ 60 ദിവസം. 60 ദിവസം ദുന്യാവിലൊരു പെണ്ണുകൾക്കും പ്രസവ രക്തം ഉണ്ടാവില്ല. ഈ 40ഉം 60ഉം ഒക്കെ ഉണ്ടായത് പ്രസവ രക്തമാകണമെങ്കിൽ, മസാല മറന്നു പറയേ, പ്രസവ രക്തമാകണമെങ്കിൽ പെണ്ണുങ്ങളെ മറക്കല്ലേ, പ്രസവിച്ചിട്ട് 15 ദിവസം കഴിയുന്നതിൻ്റെ മുൻപ് രക്തം കാണണം. പ്രസവിച്ചിട്ട് 15 ദിവസം കഴിയുന്നതിൻ്റെ മുമ്പ് രക്തം കാണണം. പ്രസവിച്ചിട്ട് 15 ദിവസം രക്തമൊന്നുമില്ല, വെറും പൂച്ച പറ്റ പോലെ പറ്റും പൈസ ഒന്നുമില്ല. 16-ാമത്തന്ന് രക്തം കണ്ടാൽ വല്ലാഹി സുമ്മ വല്ലാഹി ആ രക്തം പ്രസവ രക്തമല്ല. ആ പെണ്ണിന് ആ പ്രസവത്തിൽ പ്രസവ രക്തം ഇല്ല തന്നെ. ഈ രക്തം ഹൈദിൻ്റെ നിബന്ധനകളൊക്കെ ഒത്തെങ്കിൽ ഹൈദാവാം. ഹൈദിൻ്റെ നിബന്ധന ഒന്നും ഒക്കുന്നില്ലേ, എന്നാൽ അത് ഇസ്തിഹാദത്തിൻ്റെ രക്തമാണ്.
ഹൈദിൻ്റെ രക്തമാകൂല. ഞാനിതൊക്കെ പറയുന്നത് ഇതിലൊക്കെ നമ്മളെ പെണ്ണുങ്ങളെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് അഹ്കാമുകൾ ഇതൊക്കെ ഉൾക്കൊള്ളും. അതുകൊണ്ട് എല്ലാ കൊല്ലവും ഒരു 5-10 ദിവസം ആണിനും പെണ്ണിനും ആവശ്യമാകുന്ന ഹുക്കുമുകൾ ഉൾക്കൊള്ളുന്ന ഒരു വയത് മുത്തുമക്കളെ, എൻ്റെ പ്രിയം നിറഞ്ഞ SKSSFിൻ്റെ പ്രവർത്തകരെ നിങ്ങൾ സംഘടിപ്പിക്കണേ. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. വടകര ബുസ്താനിലും മദ്രസൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് കുറേ കൊല്ലം മുൻപ് വയത് പറയാൻ തുടങ്ങിയതാണ്. ഈ കഴിഞ്ഞ കൊല്ലം വരെ ഒരു 10-30 കൊല്ലം മുമ്പ് ആടുന്ന് വയത് പറയുമ്പോൾ കുറച്ച് പെണ്ണുങ്ങളെ മസ്ജിദിൽ ഒരു ഉപ്പ് ശേഖരണം ഉണ്ടാക്കി. എന്നിട്ട് സ്റ്റേജിൽ കൊടുത്തയച്ചു. ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന പഠിക്കൽ ആവശ്യമാകുന്ന കാര്യങ്ങൾ വിവരിക്കുന്നൊരു വയത് കൊല്ലത്തിൽ പറയിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ചെലവുകൾ ഈ കടലാസിൽ പേരെഴുതി ഒപ്പിട്ട പെണ്ണുങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു 10-20 പെണ്ണുങ്ങളെ പേര്. എനിക്ക് എന്തോ ഒരു സന്തോഷമായിപ്പോയി. ഒരു ബാധയിൽ എത്ര ചിലവാകും ഇപ്പം തീർച്ചപ്പെടുത്താനാവില്ലല്ലോ. ജനറേറ്റർ വേണ്ടി വരും, സ്പീക്കർ വേണ്ടി വരും, പലതും വേണ്ടി വരും. ഇത്ര പൈസ എന്നൊരു തിരുവാടി ഇപ്പം തീർച്ചപ്പെടുത്തിക്കൂടാണ്. ഇവർ പരസ്യമായിട്ട് എഴുതല്ലേ. ഞങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഈ നിലക്കൊരു ബാധ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് ഈ പേര് എഴുതി ഒപ്പിട്ട പെണ്ണുങ്ങൾ ഏറ്റെടുക്കാം. ശക്കറല്ലാഹു സഅയഹുന്ന. അപ്പോൾ പല നാട്ടിലും ആമാതിരി വിഷയങ്ങളൊക്കെ പറയാനും പറയിപ്പിക്കാനും ഒക്കെ ജനങ്ങൾക്ക് മുൻപ് നല്ല ആവേശമുണ്ടായിരുന്നു. ഇന്ന് ഈ ആവേശം കുറഞ്ഞ് എവിടെത്തി? ലോകത്തെല്ലായിടത്തും പ്രസിദ്ധനായ ഒരു മുസ്ലിയാറെ കൊണ്ട് 2 ദിവസം ബാധ പറയിപ്പിച്ചാൽ നല്ലതാ. അതിന് എത്രയോ ലക്ഷങ്ങൾ വരെ ചിലവ് വന്നു പോവുകയാണ്. ഞാനതിന് ആക്ഷേപിക്കും, അത് പറയിപ്പിച്ചോട്ടെ, പ്രശ്നമല്ല. പക്ഷേ നമ്മളെ സ്വന്തം കാര്യം, നമ്മളെ നിൽക്കാറോ, നമ്മളെ നോമ്പും നമ്മളെ അമലൊക്കെ സഹിയാവാൻ എന്താ മാർഗം? അത് പഠിക്കണം. ഹജ്ജ് ക്ലാസ് എന്നത് ശ്രദ്ധിക്കണേ. ഹജ്ജ് ക്ലാസ് എന്നത് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മാത്രമാണ്. എല്ലാ നാട്ടിലും ഹജ്ജ് ക്ലാസ് ഉണ്ടാകും. ഒരുപാട് ഹജ്ജ് ക്ലാസ് ഹജ്ജിൻ്റെ മുമ്പ് ഞാൻ എടുക്കുന്ന എന്നാൽ പല ആളും ക്ഷണിക്കും. എന്നാൽ ചില ആൾക്ക് ഉസ്താദേ എത്ര സമയം ഉണ്ടാകും ക്ലാസ്? ക്ലാസ്സിൽ ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കുന്നതല്ലേ, ഒരു 5 മണി വരെ ഉണ്ടാവും. എന്താ പറയുക, ഞാൻ പോട്ടെ, എൻ്റെ പെണ്ണുങ്ങൾ ഹജ്ജിന് പോകുന്നു, അവൾ ആങ്ങളെ എൻ്റെ വീട്. അപ്പോൾ ഞാൻ 5 മണിക്കൊക്കെ എത്തി. ഓൻ പോയി അസ്സലാമു അലൈക്കും ഉസ്താദേ എത്ര സമയം വരെ ഉണ്ടാവും? ഒരു 4:30. എന്നാൽ ഞാൻ പോട്ടെ, ഞാൻ ഹജ്ജിന് പോകുന്നില്ല, ഞാൻ ഉമ്മാനെയും കൊണ്ട് വന്നതാ, ഞാൻ പോട്ടെ, ഞാൻ 5 മണിക്ക് വരും. പോവാത്തോലിരിക്കൂല. ഹജ്ജിന് പോകാത്തോല് ഹജ്ജ് ക്ലാസ്സിലിരിക്കൂല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മറ്റെല്ലാ വിഷയത്തിലും നമ്മൾ വഅദ് പറയിപ്പിക്കാറുണ്ട്, പ്രസംഗ പരമ്പര ഉണ്ടാവാറുണ്ട്. അതിൽ ഹജ്ജിന് പോകുന്ന ആളെ നാട്ടിലുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരു ദിവസം നിസ്കാരം, ഒരു ദിവസം ഇമാം ജമാഅത്ത്, ഒരു ദിവസം ജുമഅ, ഒരു ദിവസം മയ്യത്ത് വരുവാൻ, അങ്ങനെ വിഷയം വെക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഹജ്ജ് ഉംറ, അതിൻ്റെ വിഷയം പറയിപ്പിക്കണേ. എല്ലാ നാട്ടുകാരും പറയിപ്പിക്കണേ. ഇനി ഹജ്ജിന് പോക്ക് ജോറ. എന്താ പടച്ചോനെ പോക്ക്, എന്താ പോക്ക്. പോയിക്കോട്ടെ, നമുക്ക് പ്രശ്നമല്ല. പഠിച്ചിട്ട് പോകണം. ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന 10 കാര്യങ്ങളുണ്ട്. ഹജ്ജിന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്നു. അത് പഠിക്കാതെ പോയാൽ അവൻ്റെ ഹജ്ജ് എവിടെ എത്തുമെന്ന് അള്ളാഹു കാര്യം. 10 കാര്യം ഒന്ന് കേൾക്കണോ? അതെന്തേ? ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താൽ ശഹ്വത്തോടുകൂടി അവൻ്റെ സ്വന്തം ഭാര്യയുമായിട്ട് വരെ ഒരു കളിയും കളിക്കാൻ പറ്റൂല. ശഹ്വത്തോട്, വികാരത്തോടു കൂടി. ഒന്നുകൂടെ ഇങ്ങനെ തൊടുന്നേ ഉള്ളൂ. ഞേച്ചാ ഒന്നുകൂടെ തൊട്ടോട്ടെ, ഒന്ന് ആ പാപാടം കാറ്റിയിട്ട് ഒന്ന് തൊട്ടതാ ശഹ്വത്തോടെ. ഓൻ്റെ സ്വന്തം പെണ്ണുങ്ങളാ. വല്ലാഹി സുമ്മ വല്ലാഹി ഹറാമാണ്, കഠിനമായ ഹറാമാണ്. അവനിക്ക് എത്ര വയസ്സുണ്ട്? കുഞ്ഞമ്മദക്കാക്ക് ഒരു 24-25 വയസ്സുണ്ട്. പെണ്ണുങ്ങൾക്കോ 19 വയസ്സേ ആയിക്കണം. ഓലുണ്ടല്ലോ ഹജ്ജിന് പോകുന്നത്. ജിദ്ദയിലെത്തി പ്ലെയിൻ ഇറങ്ങി, അപ്പോഴെങ്കിലും ലോകക്കാർ വന്ന് ഞമ്മക്ക് നാളെ പോവാം തവാഫിന്.
നിങ്ങളോട് ഞാൻ പോരും, ഇന്നിവിടെ കൂടിക്കോ. അവിടെ കൂടി ഓലിക്ക് ഉണ്ടാക്കും ഒരു റൂം കൊടുത്ത് ഭാര്യക്കും ഭർത്താവിന് ഉറങ്ങാൻ കിടന്ന് നേരെ ഓളോട് പറയുക, അയച്ചുവോ ഇന്നലെ കമ്മളിന് ഒന്ന് ബന്ധപ്പെടലുണ്ടാവില്ല, എനിക്ക് തല മറച്ചുവിടാ, എനിക്ക് മുഖം മറച്ചുവിടാ. ഇഹ്റാമിൻ്റെ രൂപത്തിലല്ലേ നമ്മൾ പിള്ളേ, ഇഹ്റാമിലല്ലേ. ഇക്കോലത്തിൽ ഇനിയും നമ്മൾ ഇവിടെ ഉണ്ടാവില്ല മക്കത്തൊന്നും. ചിലപ്പോൾ ഇത് ഒന്നാമത്തെ ഹജ്ജായിരിക്കും, അവർക്ക് ഹജ്ജയാവും. അതുകൊണ്ട് നമ്മളൊന്നിങ്ങ് ശരിയാക്കുക. എനക്കെന്താ ഇതിനെ ചെയ്തോട്ടെ അവിടെ അമ്മച്ച് അങ്ങനെ ഒന്നങ്ങ് സംയോഗം ചെയ്തു ഓൻ്റെ സ്വന്തം ഭാര്യ പോനുമായിട്ട്. നിങ്ങളറിയോ മസാല, അക്കൊല്ലത്തെ ഹജ്ജ് ബാത്തിലായി, ആ കൊല്ലത്തെ ഹജ്ജ് ബാത്തിലായി. നാലില്ല. പ്രൈവറ്റായിട്ട് പോകുമ്പോൾ 3.5 ലക്ഷം റുപ്യ, 360, 370, 3,70,000 റുപ്യ. ഓഹ്, ഇത്രയും പൈസ എഴുതിയിട്ട് ആ ഹജ്ജൊക്കെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതിൻ്റെ പുറമെ ഹജ്ജിന് മറ്റുള്ള ഇബാദത്തിനില്ലാത്ത പ്രത്യേകം ചില മസാലകൾ. അതെന്തേ, നീ ലോറിക്കരിക്കുന്ന അത്തയാത്ര ഒതുക്കൊടുക്കുമ്പോൾ ഒന്നങ്ങ് ദുബൂർന്നൊരു കാറ്റ് പുറപ്പെട്ടി നിൽക്കാറുമ്പാത്തിലായി. ഇനി ഉദാഹരിപ്പിച്ചിട്ട് ആദ്യം പുതിയ നിൽക്കരിക്കണം, ഉദാഹരിച്ച് ആദ്യം നിൽക്കരിക്കണം. എനിക്ക് നോമ്പെയ്യുന്നു, ഒരു 2 മണിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഒരുത്തരം വെള്ളാണ്ട് കുടിച്ച് നോമ്പ് പാത്തിലായി, തീരെ പാത്തിലായി. സുബൈ മുതൽ മഗ്‌രിബ് വരെ ഫുള്ളായിട്ട് പാത്തിലായി. ഇന്ന് നോമ്പ് വെള്ളം കിട്ടണം, നോമ്പായിട്ട് വേണം നടന്നുകൂടാ. നിങ്ങൾക്കൊരു മസാല കേൾക്കണോ? സംയോഗം ചെയ്തിട്ട് ഹജ്ജ് ബാത്തിലായാൽ ഹജ്ജിൻ്റെ അമലുകളൊക്കെ അവർ ചെയ്യണം. അറഫയിൽ പോകണം, മിനയിൽ പോകണം, മുസ്ദലിഫയിൽ പോകണം, കല്ലെറിയണം, തവാഫ് ചെയ്യണം, സഈ ചെയ്യണം, എല്ലാ അമലുകളും ചെയ്യണം. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ച് വന്നാൽ അടുത്ത കൊല്ലം തന്നെ ഹജ്ജ് മാറ്റി ചെയ്യൽ നിർബന്ധമാണ്. 3.5 ലക്ഷം പിന്നെയും ചിലവാക്കണം. കഴിഞ്ഞ കൊല്ലത്തെ ഹജ്ജ് സഹിയായിക്കില്ല, ഒന്നിങ്ങനെയായിപ്പോയി. ഇത്രയും ഗൗരവമായ അഹ്കാമുകളൊക്കെ ഉള്ളപ്പോൾ ഈ പോകുന്നവരിതൊക്കെ പഠിക്കണ്ടേ? ആണുങ്ങളെ പെണ്ണുങ്ങളെ പഠിക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ അമലിൻ്റെ കാര്യത്തിൽ ആവശ്യമാകുന്ന അഹ്കാമുകൾ ഉൾക്കൊള്ളുന്ന പ്രഭാഷണങ്ങളും വാദുകളുമൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഒരു ദീനീ ബോധമുള്ളവരാക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ഇനിയൊരു നല്ലൊരു ഉപകാരപ്പെടുന്നൊരു മസാല, അതിന് പൈസ നല്ല തരണം, നിങ്ങൾക്കൊന്നും തരണ്ട, നിങ്ങൾ കേട്ടാൽ മതി. ഒരാൾ ജുമയ്ക്ക് വന്നപ്പോൾ ഇമാം 2ാമത്തെ റക്അത്തിലെ ഫാത്തിഹ ഓൻ വേഗം തുടർന്ന് ജുമ എന്ന ഫർദ് 2 റക്അത്ത് അല്ലാഹു തആലാക്ക് ഇമാം അല്ലാഹു അക്ബർ കേട്ടു. ഇമാം സലാം വീട്ടുമ്പോൾ അവനിക്ക് 1 റക്അത്താവും. ഇമാം 2 സലാം വീട്ടിയ ശേഷം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് 1 റക്അത്ത് കൂടി നിസ്കരിക്കണം. ജുമ ഒന്ന് ഇമാം ചൊക്കെ കിട്ടി, ഇമാം സലാം 1 റക്അത്ത് നിസ്കരിക്കണം. എല്ലാവരും സമ്മതിക്കത്തിൽ മസാലയായി പറയാൻ. അങ്ങനെ 1 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ ചങ്ങായി നിന്നപ്പോൾ എന്തോ സംഗതിക്ക് കൊണ്ട് ജുമയ്ക്ക് വരാൻ താമസിച്ചു പോയി. ദേ കുളിച്ച് മുടുപ്പാന്മാർ പാഞ്ഞ് വരിക ജുമയ്ക്ക്. ഇവിടെയാ ജുമയത്ത് പള്ളി, ഇത് അങ്ങാടിയാ. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും പള്ളിയിൽ നിന്നിങ്ങ് പോരുന്ന മോനെന്താ ചെയ്യുക? വേഗം ചായ പിടിയാക്കാൻ നിങ്ങൾക്ക് ഒരു ചായ ഒട്ടേക്ക് നിങ്ങൾ 2 ഇഷ്ടം വിട്ടു, ഒരു ബസ് ഈ കറിയും. എന്നാൽ ബസ് കറി വേണ്ടിയിട്ടല്ല, പുട്ട് വേണ്ടിയിട്ടല്ല, ചായ വേണ്ടിയിട്ടല്ല, പള്ളിയിൽ നീന്നല്ലോ. എല്ലാവരും വരുമ്പോൾ ഇവനെ കാണുമല്ലോ. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തോ വല്ലാണ്ട് പയച്ചിട്ട് ദേ പോന്നതാണ്. ചാടും കഴിയൊന്നും വേണ്ട. ഇതൊക്കെ ഒരു മസാല കേൾക്കണം മക്കളെ. ഇനി പള്ളിക്ക് വന്ന് പള്ളിത്താ എത്തുമ്പോൾ എല്ലാവരും പള്ളിയിൽ നിന്ന് ഇഞ്ഞ് പോന്നാന്ന് വെക്കുക. എന്നാൽ ഇനി പോണ്ടേ കുഞ്ഞുള്ള ദേ പള്ളിയിൽ വരിക, മൂത്തിരിക്കുക, മനാരിക്കുക, ഉദാർപ്പിക്കുക, പള്ളിയിൽ കയറുക. പള്ളിയിൽ കയറുമ്പോൾ ആ ലാസ്റ്റ് സഫിൽ ഒരു 3-4 ആൾ നിൽക്കരിക്കുന്നു. അല്ല മലയാളം ഓലെ എന്നാ നിൽക്കരിക്കുന്ന സുന്നത്ത. ഓലെ ജുമയ്ക്ക് വരെ താമസിച്ച് വയ്ക്കും. 2ാം റക്അത്തിലാവോലെ എത്തി. അതുപോലെ 1 റക്അത്തെ ഇമാമിൻ്റെ ഒക്കെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള 1 റക്അത്ത് നിൽക്കരിക്കുന്ന അൽഹംദുലില്ലാ വേഗം പോയിട്ട് കൈകെട്ടിക്ക് വമ്പ ജുമ എന്ന ഫർദ് 2 റക്അത്ത് ഇമാമോട് നിസ്കരിക്കുന്ന അല്ലാഹു അക്ബർ. ആ ഇമാമിൻ്റെ കൂടെ ഇവനിക്ക് 1 റക്അത്തേ കിട്ടും. ആ ഇമാം സലാം പറ്റി ഇവൻ നിൽക്കണം, 2ാമത്തെ നിൽക്കരിക്കുക.
അന്നേരം നമ്മൾ അവൾക്ക് ജുമയ്ക്ക് വരും. അവൾക്ക് ആ പാഞ്ഞ് പോകണ്ടേ, മെല്ലെ പള്ളിയിലെ വിറ്റെത്തിയില്ല ഒട്ടാവും നോക്കുക. മുസല്ലറെ അതൊരു മൂലാറാണ് നിൽക്കരിക്കുന്നത്. സുന്നത്തിക്കരിക്കുന്നതല്ല, ഓർക്ക് നല്ല വിശ്വാസ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം വല്ലാത്ത വിശ്വാസിയാറിനാ. ഒരു 2ാം റക്അത്തിലാണ് എത്തി. ഇമാമിൻ്റെ ഒക്കെ 1 റക്അത്തായി കിട്ടിയിട്ടുള്ളൂ. 2ാം റക്അത്ത് നിൽക്കരിക്കാൻ വേണ്ടി നിന്നതാണ് നമ്മളെ ഉഞ്ഞോൽക്കാം. എന്നാൽ അമ്മതെ ഉദുവാർപ്പിച്ച് പള്ളിയിൽ കയറി കൈകെട്ടിക്കോ. ജുമയെന്ന് പറഞ്ഞ നിസ്കാരം 2 റക്അത്ത് അള്ളാഹു തആലാക്ക് ഇമാമോടുകൂടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇമാമിൻ്റെ കൂടെ ഇവനിക്ക് 1 റക്അത്ത് കിട്ടി, ഇവനും ജുമ കിട്ടി. ഇമാമിൻ്റെ സലാമിന് ശേഷം അവൻ 1 റക്അത്ത് നിസ്കരിക്കേണ്ടതുള്ളൂ. ഇങ്ങനെ ഈ 2 ആളെ കൊണ്ട് തന്നെ ജുമ നീണ്ട് ഏടം വരെ പോകും. അസർ വാങ്ങ് കൊടുത്താൽ പിന്നെ ജുമയിൽ അസറാവോളം ഈ 2 ആളെ കൊണ്ട് തന്നെ ജുമ നീളും. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചോ. 2 535 449 449 450 കുറവ്. ഇതാ എൻ്റെ ഫോൺ നമ്പർ. വിളിച്ചോളൂ, ചോദിച്ചോളൂ. എത്ര പൈസ നിങ്ങൾക്ക് ചിലവാക്കുന്നതിനാ മക്കളെ? പള്ളിയിൽ നിന്ന് എല്ലാവരും പുറേ പോയി ചോറ് വയ്ക്കാൻ കുത്തിരുന്ന അവസരത്തിൽ ഇവൻ പള്ളിക്കൊന്ന് നിൽക്കുക. ഇവനിക്ക് ജുമ കിട്ടാനുള്ള സാധ്യത. അതിനേക്കാൾ രസമുണ്ടെങ്കിൽ കടുപ്പുള്ളൊരു മസാല കേൾക്കണോ? അതെന്താ? ജുമയല്ലാത്ത എല്ലാ നിസ്കാരങ്ങൾക്കും വഖ്ത് ആവലാണ് ഷെർത്ത്. വഖ്ത് കഴിഞ്ഞാലും പറ്റും. ഇനിയിപ്പോൾ ദൗറ് കേൾക്കുന്ന ഒരു കുഴപ്പമില്ല. ഇന്നലെ സ്വബീകരിക്കല്ലോ, ഇനി ഇപ്പോൾ ഇവിടെ നിൽക്കരിക്കുക, ഒരു കുഴപ്പമില്ല. എല്ലാ നിസ്കാരത്തിനും വഖ്ത് ആവലാണ് ഷെർത്ത്. വഖ്ത് കഴിഞ്ഞാലും സഹിയാവും. നിങ്ങൾക്കൊരു നല്ലൊരു മസാല കേൾക്കണോ? ആണുങ്ങളെ പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളോട് എന്തിനാവില്ല ജുമാൻ്റെ മസാല പോലെ കേട്ടാൽ എന്താ? ഞാൻ ആദ്യ ഹജ്ജിന് പോകുന്ന അവസരത്തിലൊന്നും പെണ്ണുങ്ങൾ ജുമാ നിസ്കരിക്കില്ല. മക്കത്തെ പള്ളിയിൽ, മദീനത്തെ പള്ളിയൊക്കെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകം ഒരു സ്ഥലമാണ്. ഒരാണിനും ആ പെണ്ണിനെ കാണാനാവില്ല. ഇതിനുള്ളെല്ലാം കയറിയാൽ ജുമ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സലാം വീട്ടുകൾ ചെറുങ്ങനെ ഓതി. ഇമാം സലാം പറഞ്ഞ ആൾ എല്ലാവരും കരിച്ച്. ഞാൻ കേട്ട വാർത്തയാണ് പറയുന്നത്. ജുമയാക്കില്ലല്ലോ. ഞാൻ മക്കളെ, നിങ്ങൾ ജുമ നിസ്കരിച്ചാൽ ജുമ എന്തായാലും സഹിയാവും. നിങ്ങൾക്ക് പിന്നെ അന്ന് ബോറിക്കരിക്കലൊന്നും ജൂബില്ല. ഇപ്പം നമ്മുടെ കൂടെ പോരുന്ന പെണ്ണുങ്ങളൊക്കെ വെള്ളിയാഴ്ച ഹറമിൽ പോയാൽ അവിടുത്തെ ഹറമിലെ ഇമാമിനെ തുടർന്നുകൊണ്ട് ജുമയിൽ അവർ പങ്കെടുക്കാറ്. ഇയാൾ ലേശം പുത്തനാശയക്കാൻ ആളീ പടച്ചോനെ. വഹാബികൾ എന്നെ വഹാബി പറയുന്നതല്ല ഞാനീ പറയുന്നത്. വഹാബി പറയുന്ന പെണ്ണുങ്ങൾക്ക് ജുമ ഉജൂബാന്നാ. അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുഹ്തലിം ഇല്ലാ അലാ അർബഅ. പ്രായപൂർത്തിയായ കക്ഷികൾക്ക് ജുമ നിർബന്ധമാണ്. 4 ആൾക്ക് ജുമ നിർബന്ധമില്ല. അടിമക്ക് ജുമ നിർബന്ധമില്ല. രോഗിക്ക് ജുമ നിർബന്ധമില്ല. ഹലാലായ ദൂരയാത്രക്കാരന് ജുമ നിർബന്ധമില്ല. പെണ്ണുങ്ങൾക്ക് ജുമ നിർബന്ധമില്ല. അഥവാ നിസ്കരിച്ചാലോ നിസ്കാരം സഹിയാകും. പിന്നോല് 100 മടക്കിക്കരിക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എത്ര പൈസ കൊടുത്താൽ ഇപ്പോൾ ഒരു മസാലക്ക് ഒറ്റ മസാല എത്ര പൈസ കൊടുത്താലുണ്ടാ? ജുമയും കഴിഞ്ഞ് എല്ലാവരും പുറേ പോയി ചോറും വെച്ച് ഉറങ്ങിയതിൻ്റെ വെച്ചാൽ നമ്മൾ അമ്മക്ക് വരുന്നത് അവിടെ ഉറങ്ങിപ്പോയത്. എന്താക്കാൻ ഭയങ്കര ഉറക്കലാണ്. വെള്ളിയാഴ്ച പള്ളിത്തായെത്തി പള്ളി കയറി നോക്കുമ്പോൾ ഒരു 2 ആളുടെ നിൽക്കരിക്കുന്നു. അല്ല, ഓലെന്നാ നിൽക്കരിക്കുന്നത്? പള്ളിയിൽ നിന്നുള്ളവർ പോയല്ലോ. ഒരു വലിയ വിശ്വാസമാണ്. ഒരു റക്അത്ത് ഇമാമിൻ്റെ ഒക്കെ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഇതും കൊണ്ട് പോയാലില്ല. പോലെ 2ാമത്തെ റക്അത്ത് വേഗോനെ തുടർന്ന വമ്പ. ഓൻ്റെ കൂടെ 1 റക്അത്ത് കിട്ടുമ്പോൾ നിനക്ക് ജുമ കിട്ടും. ജുമയുമായി ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ. ഇൽമിൽ നിന്ന് ഏറ്റവും പുണ്യം ഹാലിയായ ഇൽമാണ്. അതുകൊണ്ടാണ് അല്പസമയം അത് പറഞ്ഞത്. കൃത്യം 9:30 നിർത്തിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് 9:30 10 മിനിറ്റും കൂടിയാണ്. നമുക്ക് നമ്മളെ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഗതി മജ്ലിസുൻ നൂറാണ്.
അസ്ഹാബുൽ ബദരീങ്ങളെ പേര് പറഞ്ഞ് തവസ്സുൽ ഇസ്തിഗാസയുമായി ഒരു ദുആ ഇരുന്നുകൊണ്ട് നമുക്ക് പിരിയാം. ചില പുത്തനായസാർക്കൊരു ചോദ്യമുണ്ട്, അതൊരു ഇബാദത്താണ് മൊയ്ലാരെ മജ്‌ലിസുന്നൂർ? നിങ്ങൾ പറയുന്ന മറ്റേ പാണക്കാട് തങ്ങൾ ഉണ്ടാക്കിയാൽ മറ്റേ ഉണ്ടാക്കാം, അതൊരു ഇബാദത്താ? മദീന 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 എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താ? ഒരുത്തനെ വിളിക്കല്ലേ പോക്കറ പോക്കറ പോക്കറ, അതൊരു ഇബാദത്താ? അതൊരു ഇബാദത്താ? സ്വാലിഹീങ്ങളെ പേര് പറയൽ തന്നെ ഇബാദത്താണ്. ദിക്റു സ്വാലിഹീന ഇബാദത്തുൻ. സ്വാലിഹീങ്ങളെ പേര് പറയൽ തന്നെ ഒരു ഇബാദത്താണ്. പറഞ്ഞോട്ടെ വമ്പ കുത്തുബിയത്ത് ഓതിക്കോട്ടെ, അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞോട്ടെ. ആ പേരിന് ബദർ മൗലൂദ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു ചങ്ങായി ഹജ്ജിന് പോകുമ്പോൾ പുരയും പൂട്ടിയിട്ട് പോകണം. നല്ല സാമ്പത്തിക ശേഷിയില്ലോനായി പൈസ അടക്കണം. അന്ന് നിങ്ങളെ ബാങ്കും കാര്യമൊന്നും ഇല്ലല്ലോ. ഓൻ പൈസയെല്ലാം ഭദ്രമാക്കി അകത്തൊരു സ്ഥലത്ത് വെച്ച് വാതിലൊക്കെ പൂട്ടി റെഡിയാക്കി താക്കോൽ സ്ഥലത്ത് ഹജ്ജിന് പോയതാണ്. പോവാൻ നോക്കും മോൻ എന്ത് ചെയ്തെന്നറിയോ? ബദരീങ്ങളെ പേര് ഒരു കടലാസിൻ്റെ കഷ്ണത്തിൽ എഴുതിയിട്ട് ബാതുക്കല പടീൻ്റെ മേപ്പടിയല്ലേ അതിൻ്റെ അത്ത് വെച്ച് ഒരു കടലാസിൻ്റെ ബദരീങ്ങളെ പേര്. ഓൻ പോയി 5-6 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കള്ളന്മാർ വന്നു. ഒക്കെ പൂട്ടീൻ, വയ്യപ്പുറം ബാക്കലൊക്കെ പൂട്ടീൻ. മേലെ കയറി. മേലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി കയറിയതാ. മേലെ അങ്ങെത്തും ഭയങ്കര കുലുമാല്. ഇതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടോ ഒളിയാകേൽ പേടിച്ചിട്ട് താക്കിയാൻ ഉറച്ചില്ല. അപ്പാട് പോയി. പിറ്റേന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ചെന്ന് നോക്കണം, അവിടെ നല്ല ഉണ്ടാവും. ഒന്നും കൂടി പോയി. അടയക്കാരി ഇറ്റത്തുകാരി അങ്ങനെ അപ്പുറത്ത് കഴിഞ്ഞ് മുകളിൽക്കാരി കുലുമാലിയാണ്. ഇവിടെ നിന്നൊന്നും എടുക്കാനാവില്ല, നമ്മൾ പോവാ ഒഴിവാക്കി ഒരേ പോയി. അങ്ങനെ ഹജ്ജും കഴിഞ്ഞ് ഈ വീട്ടുകാരൻ വന്നപ്പോൾ ഈ സർദാർ ഓർജിയുടെ കള്ളരുണ്ടല്ലോ, ഓൻ വന്നപ്പോഴേൽ അസ്സലാമു അലൈക്കും. നിങ്ങൾ ഈ പുരയടിച്ച് പോകുമ്പോൾ നിങ്ങൾ പുരയിലാക്കിനോ? ആരെയും ആക്കിക്കല്ലോ. ഇവിടുത്തെ ഭയങ്കര ശബ്ദമാണ് നാള് കേട്ടിക്കല്ലോ. കുഞ്ഞുമോനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. വൈറാനി കത്തബത്തു അസ്മാ ബദിരിൻ അസ്മാ അഹ്ലി ബദർ. ഞാൻ ബദരീങ്ങളെ പേരെഴുതിയിട്ട് ഫി ഉസ്കുഫത്തിൽ ബാദ്, ഈ ബാദിൻ്റെ മേപ്പടിയിൽ വെച്ചിക്ക് ബദരീങ്ങളെ പേരെഴുതിയിട്ട് മേപ്പടിയിൽ വെച്ചിക്ക്. ഇതല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തിരിഞ്ഞ് ബദരീങ്ങളെ തടിക്ക് മാത്രമല്ല പുണ്യം, ഒരു പെണ്ണെടുത്ത് ബദരീങ്ങളെ പേരെഴുതിയാൽ തന്നെ പുണ്യം. കള്ളൻ്റെ കളവിനത്തോട്ട് അള്ളാഹ് സലാമത്ത് കൊടുത്തില്ലേ? കാരണം എന്ത്? അസ്ഹാബുൽ ബദരീങ്ങളെ പേര് ആ സ്ഥലത്ത് കൂടി കള്ളന് കടക്കാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് ഇതൊക്കെ വളരെ നല്ല സംഗതിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹൈദർ തങ്ങളാണ് ഇന്ന് നടക്കുന്ന മജ്‌ലിസ് നൂറിൻ്റെ ഒന്നാമത്തെ നേതൃത്വം കൊടുത്ത ഒരു നല്ലൊരു മനുഷ്യൻ. ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും നല്ലവരാണ്. അതെന്നെ ചിന്തിച്ചു നോക്കിയാൽ മണക്കാട്ട് തങ്ങളും ബാപ്പയ്ക്ക് തങ്ങളും അതൊന്നൊരു മൈൻഡ് ചെയ്യാത്ത ആളുകളും നമ്മളിടയിലുണ്ട് കേട്ടോ. ആരും അങ്ങനെ മൈൻഡ് ചെയ്യാണ്ട്, ഓരൊക്കെ വലിയ ഔലിയാക്കന്മാർ. സാമ്പത്തികമായിട്ട് കുറേ ചിലവുണ്ടോ ഇനി ഈ ബക്കറ്റ് എല്ലാവരും കുറേ പൈസ ഇട്ട് കൊടുക്കണം. എല്ലാവരും നിങ്ങൾ ഇനി വിളിച്ചാൽ ഇനി ഞാൻ ബാദിന് വരും. എനിക്കൊരു പൈസ നിങ്ങൾ തരണമെന്നില്ല. എനിക്ക് തരാനുള്ള പൈസ അല്ലിപ്പറയും. ബാദിന് മൊത്തം വലിയ ചിലവുണ്ടാകുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അകമഴിഞ്ഞ് ഒന്ന് റാഹത്താക്കി കൊടുത്താൽ ഇതിൻ്റെ സംഘാടകർക്ക് ഇനി ഇന്നലക്കൊരു പരിപാടി നടത്താൻ നല്ല ഉന്മേഷമുണ്ടാകും. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ, അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ, അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മജ്‌ലിസുൻ നൂർ നടത്തുന്ന ആ ദിവസം എല്ലാ മഹല്ലത്തിലും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ആണുണ്ട് പെണ്ണുണ്ട് എല്ലാവരും. മിനിയാന്നൊരു മജ്‌ലിസുൻ നൂറിന് പോയി, എത്ര ആളാന്ന് പടച്ചോനെ.
അവസാനം ബാതെല്ലാം പറഞ്ഞ് സ്റ്റേജ് മുഖത്തെ മൂലമറൊക്കെ കീഞ്ഞു പോകുമ്പോൾ ചോറ് തീർന്നിക്ക് ചപ്പാത്തി 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 വേണം. ചില ഭക്ഷണം ഉണ്ടാക്കിയാലും മതിയാത്ത കോലത്തിലാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതായാലും ഇതൊരു പുണ്യമായ അമലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിങ്ങൾ പങ്കെടുത്തോളൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ബദരിയത്താണെങ്കിലും മൗലൂദാണെങ്കിലും റാത്തീബാണെങ്കിലും അതൊരു ഫർള് ഐനാണ്, വ്യക്തിപരമായ ഫർളാണ് എന്നാധികാരികമായി നമുക്ക് പ്രഖ്യാപിക്കാൻ ഒക്കുകയില്ല. ഫർള്, സുന്നത്ത്, ജായിസ് ഇങ്ങനെ പല ഇനത്തിൽ ഇതൊരു ഫർള് ഐനാണ് നമുക്ക് എന്താക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല. ഒരു ഫർള് ഐനാത്ത സംഗതിക്ക് വേണ്ടി ഒരു പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഒക്കെ ഹൈദിൻ്റെ മസല അറിയില്ല, നിഫാസിൻ്റെ മസല അറിയില്ല, ഇസ്തിഹാലത്തിൻ്റെ മസല അറിയില്ല. ഓളെ ഭർത്താവ് ഒരു സാധാരണ ഒരു മനുഷ്യനാവും, കിതാബൊന്നും അറിഞ്ഞൂടാ, ഓനിക്ക് ഓളെ പഠിപ്പിക്കുവാൻ നേരമല്ലോ, അവൻ ഗൾഫിൽ കച്ചവടാ. എന്നാൽ ഓക്ക് ഭേദമൊക്കെ പോവാവോ? ഭേദമൊക്കെ പോവാ. ഫോണ് വന്ന്, ഹലോ ഖദീസല്ലേ, നമ്മളെ ആടെ പോക്കറായി താഴെ ഭേദമുണ്ടല്ലോ, ഇഞ്ഞു വേണ്ടേ? പൊന്നും വേണ്ട. ഭർത്താവ് പോണ്ടെന്ന് പറഞ്ഞു, എന്നാലും പോവാ. ഒരു ഫർളായ കാര്യങ്ങൾ പഠിക്കുന്ന വഅദിൻ്റെ മജ്ലിസിലേക്ക് ഒരു പെണ്ണിന് പോകാം, ഭർത്താവിൻ്റെ സമ്മതമില്ലെങ്കിലും പോകാം. അതോളം ആഭ്യന്തര പ്രശ്നമാണ്. ഒന്നുകിൽ ഭർത്താവ് അത് പഠിപ്പിക്കണം, അതല്ലേ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഓളെ കാര്യമൊന്നും ഓൻ്റെ ചിന്തയിലില്ല. ഓൾക്ക് അരിഞ്ചെല്ലാലും കൊടുക്കും, ഓളെ ദീനിൻ്റെ കാര്യം ചിന്തിക്കണമല്ലോ. അപ്പം ഈ മജ്‌ലിസുൻ നൂറിനൊക്കെ ഭയങ്കര പെണ്ണുങ്ങളുണ്ട് പല സ്ഥലത്തും. ഞാൻ ആരെയും ആക്ഷേപിക്കല്ല. അതുകൊണ്ട് ഇന്നിവിടെ നടക്കുന്നത് പോലെ ഒരു കുറച്ചു സമയം ഒരു ഫർളിയായ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു മുസ്ലിയാറെ കൊണ്ട് ഒരു അരമണി ഒരു മണിക്കൂർ എന്ത് മജ്‌ലിസുൻ നൂറായിക്കോട്ടെ, എന്നാൽ ഇവരെ ബെരുത്തും ഒരു പൂർണ്ണമായ ഹലാലായ വഴിയിൽ കൂടിയാകും, അവർക്കതുകൊണ്ട് കാര്യവും ഉണ്ടാകും. 9:30 മണി വരെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. 9:30 മണിയായി. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വയല് ഹൈദ് നിഫാസിനെ സംബന്ധിച്ചുള്ള 25 മസ്അലകളാണ്. മരണത്തോട് ബന്ധിച്ച 25 മസ്അലകളാണ് ഇന്നലെ കിതാബ് നോക്ക് ഞാൻ പറഞ്ഞത്. അതുപോലെ കിതാബ് നോക്കി തന്നെ പറയാൻ ഞാനൊരു എഴുതി വെച്ച 25 സംഗതികൾ. ഒരു പെണ്ണിൻ്റെ പ്രസവത്തിൻ്റെ മുൻപും പ്രസവത്തിൻ്റെ ശേഷവുമായി ചെയ്യേണ്ടുന്ന 25 മസ്അലകൾ അത് പറയാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് മജ്‌ലിസുൻ നൂറായതുകൊണ്ടും കുറേ ആളുകളൊക്കെ പ്രസംഗിക്കാനുള്ളത് കൊണ്ടും സമയം അധികമായി പോകുമെന്നതുകൊണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് പല സംഗതികൾക്ക് വേണ്ടിയും ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അറിയുന്ന റബ്ബേ, അവർ ദുആ ഇറക്കാൻ ഏൽപ്പിച്ച ഉദ്ദേശങ്ങളൊക്കെ നീ അവർക്ക് ഹാസിനാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ശരീരത്തിലുള്ള എന്ത് രോഗമാണെങ്കിലും നിൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങളെ ഹക്ക് ജാഹ് ബർക്കത്ത് കറാമത്ത് കൊണ്ട് ആ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ശത്രുക്കൾക്കുള്ള അനീതിയും അക്രമവിൻ്റെ കടുപ്പം കൊണ്ടാണ് ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു മനസ്സിന് എത്ര നല്ലൊരു പൊന്നുമോനെ കൊന്നുകളെല്ലാം പഠിച്ചാൽ ഓ സങ്കടം. ക്ഷമിച്ചോളൂ. ഷഹീദിൻ്റെ കൂലി നൽകപ്പെടുന്ന കുറേ ആൾ ദീനിൻ്റെ രണാങ്കണത്തിൽ ഷഹീദായ ഷഹീദിന് വലിയ കൂലിയാണ്. ആ കൂലിൻ്റെ കടുപ്പം കേൾക്കണോ? ഉഹദിലും ബദറിലൊക്കെ ഒരുപാട് അസഹായിമാർക്ക് ഷഹീദായിപ്പോയില്ലേ? യുദ്ധത്തിൽ ഷഹീദായ ഒരു മനുഷ്യനെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല, ഹറാമ. മയ്യത്ത് നിസ്കരിക്കാനും പാടില്ല, ഹറാമ. എന്തേ? നിങ്ങളെ ദുആൻ്റെയും നിക്കാരത്തിൻ്റെയും ഇനി പഠിച്ചവനായി മയ്യത്ത് അപ്പറേണ്ട ആവശ്യമൊന്നും ഇവനിക്കില്ല. ദീനിൻ്റെ രണാങ്കണത്തിൽ ഷഹീദായ ഷഹീദിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒറിജിനൽ ഷഹീദിൻ്റെ ഹുക്മതാണ്. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന പല ആളുകൾ ഒരു ആഖിറത്ത് ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും. ദുനിയാവിലോ അത് മറ്റെല്ലാവരും മരിച്ചാൽ ചെയ്യേണ്ടതൊക്കെ ഒരിക്കലും ചെയ്യണം. അതിൽപ്പെട്ട ഒരാളാണ് അൽ മഖ്തൂലു ദുൽമൻ,
ളുൽമാൽ കൊല്ലപ്പെട്ട ഓനൊന്നും ചെയ്തിക്കില്ല ആരോടും. അങ്ങനത്തെ ഒരു മോനെ പിടിച്ച് കുത്തി 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 അപ്പടെ കൊന്നുകളഞ്ഞാൽ ഓനിക്ക് അള്ളാഹു ഷഹീദിൻ്റെ കൂലി കൊടുക്കും. അതുകൊണ്ട് ആ മുത്തുമോൻ അള്ളാഹു ഷഹീദിൻ്റെ കൂലി കൊടുക്കും കേട്ടോ. പടച്ചവനെ, ആ നിലക്കുള്ള അനീതിയും അക്രമവും ആരെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവാതിരിക്കണേ അല്ലാ, ഉണ്ടാവാതിരിക്കണേ അല്ലാ, ഉണ്ടാവാതിരിക്കണേ അല്ലാ. ആ മുത്തുമോൻ്റെ കുടുംബത്തിന് ഒരു പൂർണ്ണമായ മനസ്സിൻ്റെ ഒരു സബൂർ നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ഇനി നമ്മളെ മജ്‌ലിസുൻ നൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കൂട്ടു പ്രാർത്ഥന, അതിൽ പങ്കെടുക്കുന്ന മുസ്ലിയാക്കന്മാരെ ദുആയിരക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും തിരിയായ്മതയുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ച് സംശയം തീർത്ത് മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഒരു കൊല്ലത്തിൽ ഒരു 5-10 ദിവസം നിങ്ങൾക്കാവശ്യമാകുന്ന കാര്യങ്ങൾ, പഠിക്കാനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വാതുകളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഭർത്താക്കന്മാരോട്, നിങ്ങളെ മുത്തുമക്കളോട് നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇൽമിൻ്റെ മജ്‌ലിസ് ഉണ്ടാക്കണം. എല്ലാ കൊല്ലവും മജ്‌ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഇൽമിൻ്റെ മജ്‌ലിസ് സ്വർഗപ്പൂങ്കാവനങ്ങളിൽ നിന്ന് ഒരു സ്വർഗപ്പൂങ്കാവനം ഇൽമിൻ്റെ മജ്‌ലിസാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇവിടുത്തെ നല്ലവരാകുന്ന ജനങ്ങൾക്ക് ഇത്യാദി നല്ല സംഗതികളൊക്കെ ഖിയാമത്ത് നാൾ വരെ തുടർത്താനുള്ള ഒരു സന്മനസ്സും ആരോഗ്യവും തൗഫീഖും അല്ലാഹു തആല നൽകട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു കാലവും ഒരു വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണേ അല്ലാ. മറ്റ് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തും ഒരു വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണേ അല്ലാ, ഉണ്ടാവാതിരിക്കണേ അല്ലാ, ഉണ്ടാവാതിരിക്കണേ അല്ലാ. മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും നല്ല ഐക്യത്തോടുകൂടി നല്ല യോജിപ്പോടുകൂടി ജീവിച്ചു പോകണം. അതിന് രണ്ട് കക്ഷികൾക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.